അപ്പോൾ ബാക്കി വന്ന ചോറ് വെറുതെ കളയാണോ? എന്നാൽ പിന്നെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വെറും 5 മിനിറ്റിനുള്ളിൽ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ലഞ്ച് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു പഴുത്ത തക്കാളി, ഒരു പച്ചമുളക് 4ആയി കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില. ഇനി ഒരു പാൻ എടുക്കുക. പാൻ ചൂടായത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം കുറച്ച് കടുക് ചേർക്കുക. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം കടലപ്പരിപ്പ് ചേർക്കുക. ഇത് ഓപ്ഷണബിളാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊരു ബ്രൗൺ കളർ വരുന്നവരേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ട് വരുമൊന്നും വേണ്ട. ഈ ഒരു സമയത്തേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരയ്ക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചോറ്, ഞാനൊരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ആ ഒരു ചോറ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച മസാല നല്ലോണം ഈ ചോറിലൊന്ന് മിക്സായിട്ട് വരണം. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കിക്കോളൂ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാം. ഇനി ഒരു ടൈമിൽ കുറച്ച് മല്ലിയില കൂടി ചേർത്താൽ നമ്മൾ ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പി ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. ഇതിന് കറിയോ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇതേപോലെ തന്നെ കഴിക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ.